നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ്. നിങ്ങളുടെ മനസ്സ് എപ്പോഴും അലഞ്ഞുകൊണ്ടിരിക്കുകയാണോ? ചെറിയ കാര്യങ്ങൾ പോലും വലിയ വിഷമമാകുന്നുണ്ടോ? ഉറക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ബുദ്ധൻ 2500 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ 7 സത്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇവ ലളിതമാണ്, പക്ഷേ ജീവിതത്തിൽ പ്രയോഗിച്ചാൽ നിങ്ങളുടെ മനസ്സ് എന്നത്തേക്കാളും ശാന്തമാകും. ആദ്യത്തെ സത്യം: എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു. ഈ നിമിഷത്തിൽ നിങ്ങൾ ശ്വസിക്കുന്ന വായു പോലും മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ശരീരത്തിലെ ഓരോ കോശവും ഓരോ നിമിഷവും പുതുതാകുന്നു. പക്ഷേ നമ്മുടെ മനസ്സെല്ലാം സ്ഥിരമായി പിടിക്കാൻ ശ്രമിക്കുന്നു. നല്ല ഓർമ്മകളെ പിടിച്ചു നിർത്താനും ചീത്ത ഓർമ്മകളെ അകറ്റാനും ശ്രമിക്കുന്നു. ബുദ്ധൻ പറയുന്നു, യാതൊന്നും സ്ഥിരമല്ല. നിങ്ങൾ ഇന്ന് രണ്ടാമത്തെ സത്യം: ആഗ്രഹമാണ് ദുഃഖത്തിൻ്റെ കാരണം. നിങ്ങൾക്കൊരു പുതിയ മൊബൈൽ വേണമെന്ന് ആഗ്രഹമുണ്ടായി. നിങ്ങളതിനായി കഷ്ടപ്പെട്ടു, പണം സമ്പാദിച്ചു, വാങ്ങി. ആദ്യം സന്തോഷം. പക്ഷേ എത്ര ദിവസത്തേക്ക്? ഒരു മാസം കഴിയുമ്പോൾ ആ മൊബൈൽ പഴയതായി മാറുന്നു. പിന്നെ വീണ്ടും പുതിയതിനോട് ആഗ്രഹം. ബുദ്ധൻ പറയുന്നു, തൃഷ്ണ, ആഗ്രഹം തന്നെയാണ് എല്ലാ ദുഃഖത്തിൻ്റെയും കാരണം. ഇതിനർത്ഥം നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിർത്തണം എന്നല്ല. അർത്ഥം ആഗ്രഹത്തോട് വല്ലാതെ പറ്റിപ്പിടിക്കരുത് എന്നാണ്. നിങ്ങൾക്ക് ജോലി വേണം, അത് ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ ജോലി കിട്ടിയില്ലെങ്കിൽ ഞാൻ നശിച്ചു എന്ന മാനസികാവസ്ഥയാണ് ദുഃഖം സൃഷ്ടിക്കുന്നത്. പ്രയോഗിക്കേണ്ട വഴി: നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിക്കുമ്പോൾ സ്വയം ചോദിക്കുക, ഇത് കിട്ടിയില്ലെങ്കിൽ എനിക്ക് സന്തോഷിക്കാൻ പറ്റുമോ? ഉത്തരം അതെ എന്നാകുമ്പോൾ നിങ്ങൾ സ്വതന്ത്രനാകും. മൂന്നാമത്തെ സത്യം: നിയന്ത്രിക്കാൻ കഴിയാത്തതിനെ വിട്ടുകളയുക. നമ്മളിൽ പലരും കരുതുന്നു, എല്ലാം എൻ്റെ കൈകളിലാണെങ്കിൽ മാത്രമേ എനിക്ക് സമാധാനമുള്ളൂ. എന്നാൽ ബുദ്ധൻ പറയുന്നു, നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം നിങ്ങളുടെ പ്രതികരണമാണ്. നിങ്ങൾക്ക് മഴ പെയ്യുന്നത് നിർത്താൻ കഴിയില്ല. നിങ്ങൾക്ക് മറ്റുള്ളവരെന്തു പറയുമെന്ന് നിയന്ത്രിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് ഭൂതകാലം മാറ്റാൻ കഴിയില്ല. എങ്കിൽ എന്തിനാണ് ഇവയെക്കുറിച്ച് വിഷമിക്കുന്നത്? ഒരാൾ നിങ്ങളെ ശപിച്ചു, നിങ്ങൾ കോപിക്കുന്നു. എന്നാൽ ആ ശാപം നിങ്ങൾക്ക് നേരെ അമ്പെയ്ത്തു പോലെയാണ്. നിങ്ങളത് വാങ്ങിയില്ലെങ്കിൽ അത് തിരിച്ചു പോകും. ബുദ്ധൻ പറഞ്ഞത്, ദേഷ്യം വിഷമുള്ള ഒരു കണികയാണ്. നിങ്ങളത് മറ്റൊരാളിലേക്ക് എറിയുമ്പോൾ ആദ്യം നിങ്ങളുടെ കൈ വ്രണപ്പെടും. അതുകൊണ്ട് നിയന്ത്രിക്കാൻ കഴിയാത്തതിനെ വിടുക. നിങ്ങളുടെ ശ്വാസം മാത്രം നിയന്ത്രിക്കുക. അതാണ് യഥാർത്ഥ ശക്തി. നാലാമത്തെ സത്യം: വർത്തമാനത്തിൽ ജീവിക്കുക. ഭൂതകാലം പോയി, ഭാവി ഇനി വരാനുള്ളത്. നിങ്ങളുടെ പക്കൽ ഈ നിമിഷം മാത്രം. നമ്മുടെ മനസ്സെവിടെയാണ് ഓടുന്നത്? ഒന്നുകിൽ ഭൂതകാലത്തിലെ വേദനകളിലേക്ക്, അല്ലെങ്കിൽ ഭാവിയിലെ ഭയങ്ങളിലേക്ക്. ഞാൻ അന്നങ്ങനെ ചെയ്തത് തെറ്റിപ്പോയി, ഭൂതം. എനിക്ക് നാളെ ജോലി പോയാലോ, ഭാവി. ബുദ്ധൻ പറയുന്നു, ഭൂതകാലത്തിൽ ജീവിക്കുന്നവർ വിഷാദരോഗികളാകും. ഭാവിയിൽ ജീവിക്കുന്നവർ ഉത്കണ്ഠാകുലരാകും. വർത്തമാനത്തിൽ ജീവിക്കുന്നവർ മാത്രമാണ് ശാന്തരാകുന്നത്. പ്രായോഗിക ഉപായം: നിങ്ങൾ കുളിക്കുമ്പോൾ കുളിക്കുന്നതിൽ മാത്രം ശ്രദ്ധിക്കുക. ചായ കുടിക്കുമ്പോൾ ചായയുടെ രുചി അനുഭവിക്കുക. ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ മൊബൈൽ താഴെ വെച്ച് അവരിലേക്ക് ശ്രദ്ധിക്കുക. ഇതാണ് മൈൻഡ്ഫുൾനെസ്. ഇത് പരിശീലിക്കാൻ തുടങ്ങിയാൽ 10 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ മനസ്സ് എത്ര ശാന്തമാകുന്നുവെന്ന് നിങ്ങൾ അത്ഭുതപ്പെടും. അഞ്ചാമത്തെ സത്യം: ഉള്ളിലെ സമ്പത്താണ് യഥാർത്ഥ സമ്പത്ത്. നമുക്കെല്ലാവർക്കും ചില ആശകളുണ്ട്. എനിക്കൊരു വലിയ വീടുണ്ടെങ്കിൽ സന്തോഷമാകും. എനിക്കൊരു നല്ല കാറ് കിട്ടിയാൽ സമാധാനമാകും. എനിക്കൊരു കോടി ഉണ്ടെങ്കിൽ എല്ലാ പ്രശ്നവും തീരും. ഇങ്ങനെ ബുദ്ധൻ പറയുന്നു, പുറത്തുള്ള സുഖങ്ങൾ മഴവില്ലിനെ പിന്തുടരുന്നതുപോലെയാണ്. അത് അടുക്കും തോറും അകന്നുപോകും. എങ്കിൽ സമാധാനം എവിടെയാണ്? നിങ്ങളുടെ ഉള്ളിൽ. ഒരു പാവം മനുഷ്യൻ ഒന്നുമില്ലാത്തിട്ടും
എങ്ങനെ സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുന്നു? കാരണം അവൻ തൻ്റെ മനസ്സിനെ പരിശീലിപ്പിച്ചിരിക്കുന്നു. രണ്ടാളുകളെ എടുക്കുക. ഒരാൾക്ക് എല്ലാമുണ്ട്, പക്ഷേ ഉറക്കമില്ല, കുടുംബ പ്രശ്നങ്ങളുണ്ട്, മനസ്സിന് സമാധാനമില്ല. മറ്റേയാൾക്ക് കുറച്ചു മാത്രമേ ഉള്ളൂ, പക്ഷേ സന്തോഷമായി ഉറങ്ങുന്നു, ചിരിക്കുന്നു, മറ്റുള്ളവരുള്ളവരെ സഹായിക്കുന്നു. ആരാണ് യഥാർത്ഥത്തിൽ ധനികൻ? ബുദ്ധൻ പറയുന്നു, മനസ്സിൻ്റെ ശാന്തിയാണ് ഏറ്റവും വലിയ സമ്പത്ത്. അത് പണത്തിൽ വാങ്ങാൻ കഴിയില്ല. ആറാമത്തെ സത്യം, പറ്റിപ്പിടിക്കുന്നത് വിടുക. നിങ്ങൾ എന്തിനോടാണോ പറ്റിപ്പിടിക്കുന്നത് ആ കാര്യം തന്നെ നിങ്ങളെ വേദനിപ്പിക്കും. ഒരു കൈയിൽ മണൽ പിടിക്കുക. ഞെരുക്കി പിടിച്ചാൽ മണൽ കയ്യിൽ നിന്ന് രക്ഷപ്പെടും. അതുപോലെ ഒരു ബന്ധത്തിൽ വല്ലാതെ പറ്റിപ്പിടിച്ചാൽ ആ ബന്ധം തകരും. ഒരു വസ്തുവിനോട് വല്ലാത്ത ആസക്തിയുണ്ടായാൽ അത് നഷ്ടപ്പെടുമ്പോൾ വേദന കൂടുതലാകും. ബുദ്ധൻ പറഞ്ഞു, നിങ്ങൾ പറ്റിപ്പിടിക്കുന്നത് വിടാൻ പഠിക്കുക. അപ്പോൾ നിങ്ങൾ സ്വതന്ത്രനാകും. നിങ്ങളെ വേദനിപ്പിച്ച ഒരാളോട് എന്തുകൊണ്ടാണ് ഇപ്പോഴും പറ്റിപ്പിടിച്ചിരിക്കുന്നത്? അവരോടുള്ള കോപം വിട്ടുകൊടുക്കുക. നിങ്ങൾ ചെയ്ത തെറ്റുകളെക്കുറിച്ചുള്ള കുറ്റബോധം വിടുക. മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ വിടുക. ഇതൊക്കെ വിട്ടുകളയുമ്പോഴാണ് ഭാരമിറങ്ങുന്നത്. അപ്പോഴാണ് മനസ്സ് പറക്കാൻ തുടങ്ങുന്നത്. ഏഴാമത്തെ സത്യം, ശാന്തതയാണ് ഏറ്റവും വലിയ ശക്തി. ഉറക്കെ സംസാരിക്കുന്നവനല്ല, ആരെയും ഭയപ്പെടുത്തുന്നവനല്ല. ശാന്തനായ മനുഷ്യനാണ് യഥാർത്ഥ ശക്തൻ. ബുദ്ധൻ ഒരിക്കലും ഉറക്കെ വഴക്കിട്ടില്ല. അദ്ദേഹം നിശബ്ദനായിരുന്നു. എന്നാൽ ലോകം മുഴുവൻ അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വന്നു. കാരണം നിശബ്ദതയ്ക്ക് ഒരു അപൂർവ ശക്തിയുണ്ട്. നിങ്ങൾ ദേഷ്യപ്പെടുമ്പോൾ ഒന്നും മിണ്ടാതെയിരിക്കുക, പ്രതികരിക്കരുത്. 10 നിമിഷം കഴിയുമ്പോൾ ദേഷ്യം കുറയും. ആരെങ്കിലും നിങ്ങളോട് മോശമായി പെരുമാറിയാൽ നിങ്ങൾ അതേ രീതിയിൽ പ്രതികരിക്കേണ്ടതില്ല. നിശബ്ദതയാണ് ഏറ്റവും നല്ല മറുപടി. ബുദ്ധൻ പറഞ്ഞു, കോപം ആദ്യം നിങ്ങളെയാണ് നശിപ്പിക്കുന്നത്, എതിരാളിയെയല്ല. അതുകൊണ്ട് നിശബ്ദത പരിശീലിക്കുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യത്തെ 10 മിനിറ്റ് ഒന്നും മിണ്ടാതെയിരിക്കുക. നിങ്ങളുടെ ശ്വാസം നിരീക്ഷിക്കുക. അതൊരു മരുന്നാണ്. ആ മരുന്ന് കഴിക്കുന്നവർക്ക് ഒരിക്കലും വലിയ വിഷമമുണ്ടാക്കില്ല. സുഹൃത്തുക്കളെ, ഈ 7 സത്യങ്ങളും ലളിതമാണ്. പക്ഷേ ഇത് ജീവിതത്തിൽ കൊണ്ടുവരുന്ന മാറ്റം അതിശയകരമാണ്. എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു എന്ന ഓർമ്മ നിങ്ങൾക്കുണ്ടെങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല. ആഗ്രഹങ്ങളിൽ പറ്റിപ്പിടിക്കാതിരിക്കാൻ പഠിച്ചാൽ ദുഃഖം കുറയും. നിയന്ത്രിക്കാൻ കഴിയാത്തതിനെ വിട്ടാൽ മനസ്സ് ഭാരം കുറഞ്ഞതായി തോന്നും. വർത്തമാനത്തിൽ ജീവിക്കാൻ തുടങ്ങിയാൽ ഉത്കണ്ഠ പോകും. ഉള്ളിലെ സമ്പത്ത് കണ്ടെത്തിയാൽ പുറമേയുള്ള ഒന്നും നിങ്ങളെ തകർക്കില്ല. പറ്റിപ്പിടിക്കുന്നത് വിടാൻ പഠിച്ചാൽ ഓരോ ദിവസവും പുതുതായി അനുഭവപ്പെടും. ശാന്തതയുടെ ശക്തി മനസ്സിലാക്കിയാൽ നിങ്ങൾ യഥാർത്ഥ യോദ്ധാവാകും. ഇന്നു മുതൽ ഈ 7 സത്യങ്ങളും പ്രയോഗിച്ചു നോക്കൂ. വേണ്ടത് വലിയ മാറ്റങ്ങളല്ല, ചെറിയ ചെറിയ പരിശീലനങ്ങളാണ്. രാവിലെ 5 മിനിറ്റ് നിശബ്ദത. ചായ കുടിക്കുമ്പോൾ ആ നിമിഷത്തിൽ മാത്രം ശ്രദ്ധ. ദേഷ്യം വരുമ്പോൾ 10 വരെ എണ്ണുക. ഇത്രമാത്രം. നിങ്ങൾ കാണും, 21 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ മനസ്സ് എത്രമാത്രം ശാന്തമാകുന്നുവെന്ന്. നിങ്ങൾക്ക് ഉറക്കം തിരിച്ചു കിട്ടും. നിങ്ങളുടെ ബന്ധങ്ങൾ മെച്ചപ്പെടും. ജോലിയിലെ സമ്മർദ്ദം കുറയും. കാരണം ബുദ്ധൻ പറഞ്ഞത് അനുഭവിച്ചറിഞ്ഞ സത്യങ്ങളാണ്. അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനായിരുന്നു. ആഡംബരങ്ങളും ഭോഗങ്ങളും ഉപേക്ഷിച്ചു. അദ്ദേഹം കണ്ടെത്തി, മനസ്സ് ശാന്തമാകുന്നതാണ് യഥാർത്ഥ വിജയം. നിങ്ങൾക്കും അത് കണ്ടെത്താം. തുടങ്ങുക ഇന്ന് തന്നെ. ഈ വീഡിയോ കണ്ടുകഴിഞ്ഞാൽ അടുത്ത 10 മിനിറ്റ് മൊബൈൽ മാറ്റിവെച്ച് കണ്ണടച്ചിരിക്കൂ. ഒന്നും ചിന്തിക്കേണ്ട. ശ്വാസം മാത്രം ശ്രദ്ധിക്കൂ. അതാണ് ആദ്യപടി. ബുദ്ധന്റെ വഴിയിലേക്കുള്ള ആദ്യ ചുവട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി.